പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, PSC പരീക്ഷകളിൽ ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു 30 ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് കഴിയുന്ന ചോദ്യങ്ങളെല്ലാം നമ്മൾ കോഡും കണക്ഷനൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ടുള്ള കണ്ടൻറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കഴിയുന്നതെല്ലാം നമുക്ക് ഒന്ന് കോഡായിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചത് ആര്? താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം അമർത്യാസനാണ്. അമർത്യാസൻ. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്ത് വെച്ചത്, നമ്മളിപ്പോൾ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, സുഹൃത്തുക്കൾ തമ്മിലൊക്കെ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ ഉന്തും തള്ളും അടിയും പിടിയൊക്കെ ഉണ്ടാവും. അതിനിടയിൽ ചിലപ്പം ഒന്ന് അമർത്തിയെന്നും വരും. അപ്പോൾ നമ്മൾ ഈ തർക്കത്തിൻ്റെ ഇടയിലൊന്ന് അമർത്തി എന്നുള്ള രീതിയിലാണ് അത് ഓർത്ത് വെച്ചത്. അപ്പോൾ താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചത് അമർത്യാസനാണ്. അമർത്യാസൻ. രണ്ടാമത്തെ ചോദ്യം, സത്യശോധക സമാജം സ്ഥാപിച്ചതാര്? സത്യശോധക സമാജം സ്ഥാപിച്ചത് ജ്യോതി ബാഫുലെയാണ്. അപ്പോൾ നമ്മളത് ഓർത്ത് വെച്ചത്, നമ്മൾ സുരേഷ് ഗോപി പടങ്ങളിലൊക്കെ പറയുന്ന പോലെ സത്യം പറയിപ്പിക്കാൻ വേണ്ടി പുല്ലെ എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ അവിടെ ഫുലെ എന്നുള്ള ആ ഒരു ടേം അവിടെ ഓർത്ത് വെച്ചതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആ ലെവലിൽ അങ്ങനെ അത് കണക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി, ഏത് വിളയുടെ സങ്കര ഇനമാണ് മുക്തി? മുക്തി എന്ന് പറഞ്ഞത് തക്കാളീൻ്റെ സങ്കര ഇനമാണ്. അപ്പോൾ നമ്മൾ അത് ഓർത്ത് വെച്ച് നമ്മൾ ചില ആളുകൾ മുഖത്ത് തക്കാളി തേക്കുന്നത് കണ്ടിട്ടുണ്ട്. മുക്തി എന്നുള്ള മുഖത്ത് എന്നുള്ള രീതിയിലൊന്ന് മാറ്റി പിടിക്കുകയാണെങ്കിൽ നമുക്ക് തക്കാളി മുഖത്ത് തേക്കുന്നു എന്നുള്ള രീതിയിൽ ഓർത്താൽ മുക്തി തക്കാളി എന്നുള്ള ഒരു സംഗതി അവിടെ കിട്ടും. അടുത്തത്, ആലപ്പുഴയിൽ നീറ്റിലിറക്കിയ രാജ്യത്തെ ആദ്യത്തെ സോളാർ ബജറ്റ് ക്രൂയിസ് ബോട്ടാണ് ഇന്ദ്ര. അപ്പോൾ ഈ നമ്മൾ കണക്ഷൻസ് ഒന്നും അങ്ങനെ വെച്ചിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ആൻസറാണത്. ആലപ്പുഴയിൽ നീറ്റിലിറക്കിയ രാജ്യത്തെ ആദ്യത്തെ സോളാർ ബജറ്റ് ക്രൂയിസ് ബോട്ടാണ് ഇന്ദ്ര. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, ജനങ്ങളുടെ ആവശ്യങ്ങൾ സ്വീകരിക്കാനായി പ്രജപാലന പരിപാടി ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? പ്രജപാലന പരിപാടി തെലങ്കാനയിലാണ്. അപ്പോൾ പ്രജകളെ പാലിക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ആനേനെ അവിടെ കാണല്ലോ, തെലങ്കാനയിൽ ഒരു ആനേനെ കാണല്ലോ. അപ്പോൾ ആനേനെ പാലിക്കുന്നതും ജനങ്ങളെ പാലിക്കുന്നതും ഒക്കെ നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ ആ രീതിയിൽ ഒന്ന് കണക്റ്റാക്കി വെച്ചാണ്. പ്രജപാലന പരിപാടി തെലങ്കാനയിലാണ്. അപ്പോൾ പ്രജകളെ പാലിക്കുന്നതും നമ്മളൊരു ആനയെ പാലിക്കുന്നതും ഒക്കെ അത്യാവശ്യം ടാസ്ക്കാണ്. അപ്പോൾ ആ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ പ്രജപാലന പരിപാടി ആരംഭിച്ചത് തെലങ്കാന എന്നുള്ളത് നമുക്ക് ഓർത്ത് വെക്കാം. അടുത്ത നമുക്ക് എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യനാണ്, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യത്തെ കേരളീയ താരമാര്? സഞ്ജു സാംസൺ. അപ്പോൾ അതിന് നമുക്ക് കണക്ഷൻസ് ഒന്നും ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. അടുത്തത്, ഏതൊക്കെ രാജ്യങ്ങൾ സംയുക്തമായി രാജസ്ഥാനിൽ 2024 ജനുവരിയിൽ നടത്തിയ സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ? അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾ സംയുക്തമായി രാജസ്ഥാനിൽ 2024 ജനുവരിയിൽ നടത്തിയ സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ? അത് ഇന്ത്യയും UAEയുമാണ്. അപ്പോൾ അത് രാജസ്ഥാനിലാണ് നടന്നതെന്നുള്ളത് നമുക്ക് ആ ക്വസ്റ്റ്യന് ഒരു ആൻസർ അവിടെ കിട്ടും. ഈ ഡെസേർട്ട് സൈക്ലോണിന് വേദിയായത് രാജസ്ഥാനാണെന്നുള്ളതും ആ ഒരു ക്വസ്റ്റ്യന് നമ്മൾ അറിഞ്ഞു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത എന്ന് ചോദിച്ചാൽ സരോജിനി നായിഡുവാണ്. ഇന്ത്യൻ വനിത എന്നെടുത്ത് ചോദിക്കുന്നത് അത് സരോജിനി നായിഡുവാണ്. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ വിദേശി ജോർജ് യൂളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ വിദേശി എന്നറിയപ്പെടുന്നത് ജോർജ് യൂളാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്, നമുക്ക് അതും കണക്ഷൻ ആവശ്യം ഉണ്ടാവില്ല. കേരള സംഗീത നാടക അക്കാദമി 2023 കലാരൂപമായി അംഗീകാരം നൽകിയത് മിമിക്രിക്കാണ്. അപ്പം മിമിക്രിയാണ് കേരള സംഗീത നാടക അക്കാദമി 2023 ഒരു കലാരൂപമായിട്ട് അംഗീകാരം കൊടുത്തത്. 11ാമത്തെ ചോദ്യം, 2023 തകഴി സാഹിത്യ പുരസ്കാരം നേടിയത് എം മുകുന്ദനാണ്. എം മുകുന്ദനാണ് 2023 തകഴി പുരസ്കാരം നേടിയത്. അടുത്ത ചോദ്യം, വിമാന അപകടത്തെ തുടർന്ന് ആമസോൺ വനത്തിൽ കുടുങ്ങിപ്പോയ കുട്ടികളെ രക്ഷിക്കാൻ നടത്തിയ ദൗത്യത്തിന് നൽകിയിരിക്കുന്ന പേര് ഓപ്പറേഷൻ ഹോപ്പ് എന്നാണ്. ഓപ്പറേഷൻ ഹോപ്പ്. ഇന്ത്യൻ
വിമാന അപകടത്തെ തുടർന്ന് ആമസോൺ വനത്തിൽ കുടുങ്ങിപ്പോയ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ദൗത്യത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ഹോപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ. 2024 ജനുവരിയിൽ അന്തരിച്ച ഇതിഹാസ ഫുട്ബോൾ താരം ബെക്കൻ ബോബർ ഏത് രാജ്യക്കാരനായിരുന്നു? ജർമ്മനിക്കാരനാണ് അദ്ദേഹം. 2024 ജനുവരിയിൽ അന്തരിച്ച ഇതിഹാസ ഫുട്ബോൾ താരം ബെക്കൻ ബോബർ ഏത് രാജ്യക്കാരനായിരുന്നു ചോദിച്ചാൽ ജർമ്മനിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 14. 2023 ഫിഫ ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പ് നേടിയ ടീം ഏതാണ്? മാഞ്ചസ്റ്റർ സിറ്റിയാണ്. മാഞ്ചസ്റ്റർ സിറ്റിയാണ് 2023 ഫിഫ ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പ് നേടിയ ടീം. 15ാമത്തെ ചോദ്യം. ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം നേടിയ സംസ്ഥാനം കേരളമാണ്. ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം നേടിയ സംസ്ഥാനം കേരളമാണ്. കേരളം. അടുത്തത്. പെൺകുട്ടികൾക്കായുള്ള രാജ്യത്തെ ആദ്യത്തെ സൈനിക സ്കൂൾ ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മധുരയിലാണ്. തമിഴ്നാട് മധുരയല്ല, ഉത്തർപ്രദേശിലെ മധുരയിലാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ തുടങ്ങുന്ന സ്കൂൾ ആയതുകൊണ്ട് നമ്മൾ അവിടെയൊക്കെ മധുരം കൊടുത്തു നൽകാം. അപ്പോൾ ഉത്തർപ്രദേശിൽ കരിമ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അവിടെ മധുരം കൊടുക്കാൻ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. അപ്പോൾ ആ മധുരത്തിൻ്റെ സ്പെല്ലിംഗ് അല്ല ഇത്, നമ്മൾ അക്ഷരം വ്യത്യാസമുണ്ട്. ഈ ഉത്തർപ്രദേശിലെ മധുരയാണ്, രഥത്തിൻ്റെ ദാ വരുന്ന മധുരയാണ്. അപ്പോൾ അത് അവിടെ ഓർക്കണം. അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം 1901 കൽക്കത്ത സമ്മേളനമാണ്. അപ്പോൾ ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം എന്നുള്ളതുകൊണ്ട് നമുക്ക് ഒന്നാമത്തേന്നുള്ള അങ്ങനെ കണക്ട് ചെയ്യാം. 1901 കൽക്കത്ത സമ്മേളനം. അപ്പോൾ നമ്മൾ അത് പിന്നെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമ്മൾ കൽക്കത്ത സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്തത് എന്നുള്ളത്. അപ്പോൾ അതിന് വേറെ കണക്ഷൻസ് ഒന്നും വേണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തത്. ജനഗണമന ആലപിക്കപ്പെട്ടത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ്? അത് 1911 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. അപ്പോൾ രണ്ടും അടുപ്പിച്ച് കൊടുത്തതുകൊണ്ടാണ് കൺഫ്യൂഷൻ വരണ്ടെന്ന് ചോദിച്ചിട്ടാണ്. ജനഗണമന ആദ്യമായിട്ട് ആലപിക്കപ്പെട്ടത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണെന്ന് ചോദിച്ചാൽ 1911 കൽക്കത്ത സമ്മേളനത്തിലാണ്. അടുത്തത്. ഇറച്ചിക്കായി നായ്ക്കളെ വളർത്തുന്നതും വിൽക്കുന്നതും കശാപ്പ് ചെയ്യുന്നതും നിരോധിച്ച രാജ്യമാണ് ദക്ഷിണ കൊറിയ. ഇപ്പോൾ ഇറച്ചിക്കായിട്ട് നായ്ക്കളെ വളർത്തുന്നതും വിൽക്കുന്നതും കശാപ്പ് ചെയ്യുന്നതും നിരോധിച്ച രാജ്യമാണ് ദക്ഷിണ കൊറിയ. 20ാമത്തെ ചോദ്യം. വൈദ്യുത ചാർജുകളെ പോസിറ്റീവ്, നെഗറ്റീവ് എന്നിങ്ങനെ നാമകരണം ചെയ്തതാര്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് വൈദ്യുത ചാർജുകളെ പോസിറ്റീവ്, നെഗറ്റീവ് എന്നിങ്ങനെ നാമകരണം ചെയ്തത്. അപ്പോൾ നമ്മൾ അത് ഓർത്ത് വയ്ക്കണമെങ്കിൽ നമ്മളിപ്പോൾ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ബെഞ്ചിലിരുന്നിട്ട് നമ്മൾ ഫ്രാങ്കായിട്ട് സംസാരിക്കും. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബെഞ്ചിലിരുന്നിട്ട് ഫ്രാങ്കായിട്ട് ഷെയർ ചെയ്യും. അങ്ങനെയാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നുള്ളത് ഞാൻ ഓർത്ത് വെച്ചത്. ഇൻ കേസ് പരീക്ഷയ്ക്ക് ഒരു ഓപ്ഷൻ വന്നിട്ട് നമുക്കത് കൺഫ്യൂഷൻ ആയാൽ കഴിഞ്ഞല്ലോ കഥ. അപ്പോൾ നമ്മൾ അവിടെ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് നാമകരണം ചെയ്തത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നുള്ളത് ഈ രീതിയിലാണ് ഓർത്തത്. ഒരു ബെഞ്ചിലിരുന്നിട്ട് നമ്മൾ ഫ്രണ്ട്സ് പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഫ്രാങ്കായിട്ട് ഷെയർ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. അടുത്തത്. ഇലക്ട്രോൺ ബാങ്ക് എന്നറിയപ്പെടുന്നത് എന്താണ്? ഭൂമിയാണ്. ഇലക്ട്രോൺ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. മനുഷ്യഹൃദയത്തിന് എത്ര അറകളുണ്ട്? ഉത്തരം 4. മനുഷ്യഹൃദയത്തിന് 4 അറകളാണുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിൽ പ്രാധാന്യമുള്ള വൈറ്റമിൻ ഏത്? ഉത്തരം വൈറ്റമിൻ ഡി ആണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് പ്രാധാന്യമുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ. സിനിമ പ്രൊജക്ടറിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏത്? കോൺകേവ് ദർപ്പണമാണ്. സിനിമ പ്രൊജക്ടറിൽ ഉപയോഗിക്കുന്ന ദർപ്പണം കോൺകേവ് ദർപ്പണമാണ്. ഇപ്പം ഞാനത് ഓർത്ത് വെച്ചത് കോൺകേവ് കോൺവെക്സ് എന്നുള്ളത് എക്സാം സമയത്ത് നമുക്ക് ആ ഒരു ടെൻഷനിൽ തെറ്റിപ്പോകുമെന്നുള്ളൊരു പേടി കൊണ്ട് കണക്ട് ചെയ്തതാണ്. നമ്മളൊരു സിനിമ തിയേറ്ററിലെ പ്രൊജക്ടർ ഒരു കള്ളൻ അടിച്ചു മാറ്റി അദ്ദേഹം ഗുഹയിൽ ഒളിപ്പിച്ച് വെച്ചു. ഗുഹ എന്നുള്ള കേവ് എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രൊജക്ടർ, സിനിമ തിയേറ്ററിലെ പ്രൊജക്ടർ ഒരു മോഷ്ടാവ് എടുത്ത് കൊണ്ടുപോയിട്ട് ഒരു ഗുഹയിൽ ഒളിപ്പിച്ച് വെച്ചു. ഗുഹ എന്നുള്ള കേവ് എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചാൽ പ്രൊജക്ടറിൽ ഉപയോഗിക്കുന്ന ലെൻസ് കേവ് ആണെന്നുള്ളത് അവിടെ നമുക്ക് ഓർത്ത് വെക്കാം. അടുത്ത ചോദ്യം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനയിലെ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? അനുച്ഛേദം 29ഉം 30ഉമാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനയിലെ അനുച്ഛേദങ്ങളാണ് അനുച്ഛേദം 29ഉം 30ഉം. അടുത്ത ചോദ്യം. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് ഒരു നിശ്ചിത നിലയിൽ നിന്ന് താഴ്ന്നു പോകുന്ന അവസ്ഥയാണ് അനീമിയ.
രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് ഒരു നിശ്ചിത നിലയിൽ നിന്ന് താഴ്ന്നു പോകുന്ന അവസ്ഥയാണ് അനീമിയ. അടുത്തത് 27ാമത്തെ ചോദ്യം. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം അടങ്ങിയ ജലമേത്? ഉത്തരം ഘനജലമാണ്, ഘനജലം. ഇപ്പോൾ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. ആ ഡ്യൂട്ടീരിയം അടങ്ങിയ ജലമാണ് ഘനജലം. നമ്മളിപ്പോൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഡ്യൂട്ടിക്ക് പോയാലേ നമുക്ക് കനത്തിൽ എന്തെങ്കിലും കിട്ടുള്ളൂ, പണിക്കൊന്നും പോയില്ലെങ്കിൽ ഒന്നും കിട്ടില്ല എന്നുള്ള ഓർമ്മയിൽ അങ്ങനെ ആ ലെവലിൽ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഘനജലമാണ് ഡ്യൂട്ടീരിയം അടങ്ങിയ ജലം എന്നുള്ളത് ഓർത്ത് വെക്കാം. ഡ്യൂട്ടിക്ക് പോയാലേ നമുക്ക് എന്തെങ്കിലും കനത്ത് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ ഒന്നും കിട്ടില്ല എന്നുള്ള രീതിയിൽ അവിടെ കണക്ട് ചെയ്യാം. 28ാമത്തെ ചോദ്യം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആര്? പട്ടം താണുപിള്ളയാണ്. പട്ടം താണുപിള്ളയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. അപ്പം ഞാനത് ഓർത്ത് വെച്ചത് ആദ്യത്തെ പ്രസിഡന്റ് ആവാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് താണ് കേണ് അപേക്ഷിച്ചു എന്നുള്ള രീതിയിലാണ് കാണിച്ചത്. അപ്പം പട്ടം താണുപിള്ള, അപ്പം താണു എന്നുള്ളത് എടുത്തത് നമ്മളിപ്പോൾ ഫസ്റ്റ് ചാൻസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഒന്ന് താണ് കേണൊക്കെ അപേക്ഷിക്കുമല്ലോ, ആ രീതിയിലൊന്ന് ഓർത്ത് വെച്ചാണ് ആദ്യത്തെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ. 29ാമത്തെ ചോദ്യം. ഭരണഘടനയുടെ അനുച്ഛേദം 32 അനുച്ഛേദം 226 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭരണഘടനയിൽ അനുച്ഛേദം 32 അനുച്ഛേദം 226 റിട്ടുകളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ഞാനവിടെ ജസ്റ്റ് ഈ 32-ലെ 2ഉം 226-ലെ 6ഉം ഒറ്റയുടെ സ്ഥാനത്തുള്ള 2 നമ്പറും കൂട്ടിയപ്പം 8 കിട്ടി. അപ്പോൾ 8-ലൊരു റിട്ട് എന്നുള്ള സംഭവം നമുക്ക് ഒന്ന് സ്പാർക്ക് ചെയ്യല്ലോ. 8 റിട്ട് എന്നുള്ള ഒരു സംഗതി അവിടെ ഒന്ന് നമുക്ക് ചെറുതായിട്ട് ഒരു സ്പാർക്ക് അടിച്ചപ്പോൾ അവിടെ അങ്ങനെ കണക്ട് ചെയ്തതാണ്. അപ്പോൾ റിട്ടുകൾ എന്നുള്ള രീതിയിൽ അവിടെ 32-ഉം 226-ഉം റിട്ടുകളാണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് അവസാനത്തെ ചോദ്യമാണ്. വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് വായ്പയായി നൽകുന്ന പണത്തിന് ഈടാക്കുന്ന പലിശ നിരക്ക് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ബാങ്ക് റേറ്റ് ആണ്. വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് വായ്പയായി നൽകുന്ന പണത്തിന് ഈടാക്കുന്ന പലിശ നിരക്ക് അറിയപ്പെടുന്നത് ബാങ്ക് റേറ്റ് എന്നാണ്. ഓക്കെ, അതും നമുക്ക് കണക്ഷൻ ആവശ്യമില്ല, നമുക്ക് ഏകദേശം അറിയുന്ന കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ നമ്മൾ 30 ചോദ്യങ്ങൾ ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ കഴിയുന്നതൊക്കെ നമ്മൾ കണക്ഷനുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫെമിലറായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അധികം കണക്ട് ചെയ്തിട്ടില്ല. ഒരുപാട് കണക്ഷൻസ് അത്ര നല്ലതുമല്ലല്ലോ. അപ്പം നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും അങ്ങനെ തീരെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അന്ന് ഇരുന്ന് എന്തെങ്കിലും ഒരു കണക്ഷൻ ആലോചിച്ചിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ താങ്ക് യു.